സുബഹിന്റെ പുലരൊളി നീളെ സുവർഗം നീ കാട്ടുമ്പോൾ കരിമിഴിയിൽ സുറുമ വരയ്ക്കാൻ അരികിൽ നീ എത്തുമ്പോൾ വിറവിറയ്ക്കും ഹൃദയതടം തടി തളരുന്നതുപോലെ മനസ്സൊലിക്കും മിഴികളിലെ മറുമൊഴി പുഞ്ചിരി പോലെ കരളിൽ നീ പൂക്കുന്ന തളിർമുല്ലപ്പൂവല്ലേ പരൽ മീനായി നീ മെല്ലെ കലിതുള്ളിപ്പോവല്ലേ. ഗൈസ്, ഹോസ്പിറ്റലിലെ നിർത്തവും കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ പെരയിൽ ആരുമില്ല ഗൈസ്. ഇവിടുന്ന് പട്ടിയുടെ സൗണ്ടും പിന്നെ ഞങ്ങൾ രണ്ടാളും മുണ്ടി എന്നുള്ള സൗണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ. ആരുമില്ല. മറ്റേ അലയ കണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഓടി കളിച്ചങ്ങാണ്ട് നല്ല രസമായിരുന്നു. അപ്പം എന്തായാലും അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് നടന്നു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. എന്നാ നടക്കി. അങ്ങനെ ഞങ്ങൾ കിച്ചണിലാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ വീഡിയോ പിടിച്ചാലാണെന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ട്രൈപോഡിൽ വെച്ചെടുക്കണം. മറ്റേത് അലയൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ പൊക്കിൾക്കൊടി വീണിട്ടുണ്ട് അല്ലേ. നമ്മുടെ അലയൻ്റെ 7-8 ദിവസമൊക്കെ ആയപ്പോഴേക്കാണ് വീണത്. 7 ദിവസം. ഇപ്പം എൻ്റെ 6 ദിവസം ആയപ്പോഴേക്ക് വീണിക്കണ്. പിന്നെ മുടികളയിൽ നമ്മൾ മദാരി ഹോസ്പിറ്റലിലാണ് അലയൻ്റെ ചെയ്തത്. അന്ന് വാപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വാപ്പയൊന്നും ഇല്ല. ഇന്നിപ്പോൾ മുടി കളഞ്ഞിട്ടില്ല. മുടി കളയണം ഇൻഷാ അല്ലാഹ്. ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് കളയണം, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി പോയിട്ട് അവിടുന്ന് ചെയ്യാനുള്ള ലെവലൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും മുടി കളച്ചിലിന് എന്താ ഇപ്പം മുടി കളച്ചിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ചെയ്യും. പക്ഷെ പെട്ടെന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ വെച്ചിട്ടാണ്. ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞില്ലേ. 90 ചെയ്താൽ പോലെ മുടി കളച്ചില്. 90 ഉള്ളതല്ല, അത് ജഡ്ജസുള്ള മുടിയല്ലേ. 14 അതിനൊപ്പാർക്കുണ്ടോ? ഞാൻ 60 കാര്യം പറഞ്ഞു. മുടി ഇപ്പൊ കളയാ. മുടി കളച്ചല് പറയാൻ പറ്റില്ല, 60 പറയാം. അത് മുടി ആദ്യം കളയും, അത് കഴിഞ്ഞിട്ട് 60 കാര്യമാണ് നമ്മള് പറഞ്ഞത്. അത് ചിലര് പറയുന്നത് ആന ഇറക്കുക. ഓരോ കുട്ടികൾക്ക് കാണാൻ ഇറക്കുന്നുണ്ടാവും. എന്റെ പണുണ്ടെങ്കിൽ ആന വാങ്ങി ഇറക്കോ. ആന ഇറക്കാൻ പറഞ്ഞോ? ഞാൻ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ വല്ലാതെ കമന്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ലേ. ആടല്ല ആനാന്ന് പറയുന്നുണ്ട്. അറിയില്ല. ഞാൻ ഒരു പെര വെക്കുമ്പോ അന്റെ ഒരു പെര, കുട്ടി ഉണ്ടായപ്പോ അന്റെ ഒരു കുട്ടി, ഇതൊക്കെയാണ് ഇപ്പത്തെ ചർച്ച. അങ്ങനെയല്ലേ നമ്മൾ ഒരാളെ കാര്യം പറയും. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം, നമ്മളിത് ന്യായീകരിക്കാനോ നമ്മളെ വെളുപ്പിക്കാനോ അല്ല. ഈ യൂട്യൂബില് ഞാൻ യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. ന്യൂസിന് കണ്ടന്റ് ആയി. പിന്നെ യൂട്യൂബിൽ കണ്ടന്റ് അല്ലാതെ പിന്നെ എന്താ ഇടുക പറയൂ. എനിക്കറിയില്ല. യൂട്യൂബിൽ നമ്മൾ കണ്ടന്റ് അല്ലാതെ എന്താണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് നിങ്ങൾ തന്നെ പറയും. യൂട്യൂബിന് കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചർച്ചാ വിഷയങ്ങൾ, നമ്മൾ വിശേഷങ്ങൾ ഇങ്ങനെ, അതൊക്കെ ഒരു കണ്ടന്റ് എന്നുള്ള ലെവലിൽ തന്നെ. അതായത് ഒരു വിഷയമാണ് നമ്മൾ ചർച്ച. ഒരു വിഷയം എന്ന് പറഞ്ഞാലാണ് ഒരു കണ്ടന്റ്. ഇത് ഞാൻ ചർച്ച ചെയ്യുകയാണല്ലോ. അതൊക്കെ തന്നെയല്ലേ ഇപ്പൊ യൂട്യൂബിൽ ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അവിടെ നിന്ന് അറിയില്ല, സിനുവിന് എന്താ 2 കുട്ടികളെ നോക്കാൻ പറ്റില്ല. ഡ്രിപ്പസനോ അതിനെന്താ ഡ്രിപ്പസൻ എന്താ പറയുന്നത്? അതാ കമന്റിൽ എഴുതിക്കണു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണ നേരം വേറെ എന്തോ പറഞ്ഞു. നോക്കി പൈസ ഉണ്ടാക്കുന്ന നേരം എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൈസ വായിക്കാറോ മക്കളെ കമന്റ്. അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് തിന്നണ നേരം എന്തോ അതിന് വേറെ എഴുതിക്കണു. അവിടെ ഇംഗ്ലീഷ് എഴുതിക്കണം. അപ്പൊ വായിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണ നേരം എന്താ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് അറിയില്ല. ഓക്കെ, അപ്പൊ മലയാളത്തിൽ എഴുതുന്നുണ്ട്. നമുക്ക് വായിക്കാൻ കിട്ടേണ്ടത് ആരും കളിയാക്കണില്ല. കമന്റ് ബാഡ് കമന്റ്സിന് ഇട്ട ആൾക്കാരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പറഞ്ഞോളി, നിങ്ങൾ എത്ര ആണെങ്കിലും പറഞ്ഞോളി. നിങ്ങൾക്ക് അള്ള തൗഫീഖ് എന്തിന് ഓല് നന്നാക്കട്ടെ. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഞാൻ പറയണ്ടേ കുറ്റം പറഞ്ഞിട്ട് ജയിക്കൂല. അല്ല, നമ്മള് ഇതൊക്കെ നമ്മള് വീഡിയോ ഇടുന്നോണ്ടാണ് ആളുകൾ പറയുന്നത്. നമ്മള് വീഡിയോ ഇടല് നിർത്തി കഴിഞ്ഞാൽ ആളുകൾ ഇത് പറയൂല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് റോഡിൽ കൂടെ പറയണമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോസിൽ പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇതിപ്പോ നിങ്ങളൊരു കമന്റ് ബാഡ് കമന്റ് ഇട്ടാൽ അതിനെ ചൊല്ലി വേറെ ആൾക്കാർ അതിങ്ങനെ പിടിച്ചാൽ അവരുടെ മനസ്സിൽ അതിങ്ങനെ തോന്നും. അപ്പൊ നമുക്ക് എന്താ, എന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് പറ്റാത്തൊരു സാധനമാണെങ്കിൽ ഞാനത് കാണാൻ നിൽക്കൂല.
നമ്മുടെ സമയവും നമ്മളെ മൈൻഡും അതിനായിട്ട് എന്തിനാ കളയുന്നത്. പിന്നെ അതിന് ചൊല്ലി അതിന് എന്താണ് കമന്റ് ഇടുക എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കൂല. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നതാണോ, ഈ ഡെലിവറി സ്റ്റോറി ആണോ, അത് ആവശ്യമുണ്ടെങ്കിൽ കാണുക. അത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ടത്. മനസ്സിലായില്ലേ? ഈ ഡെലിവറി സ്റ്റോറി പിന്നെ ഈ ഡെലിവറി ടൈമിലല്ലാതെ ഞാൻ ഏത് കാലത്തെ കൊണ്ടുപോയിടുക. അപ്പൊ ആ ഒരു സാധനം ഇപ്പൊ നമ്മുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയടിക്ക് ഞാൻ എല്ലാം കഴിച്ചിട്ടു. അപ്പോൾ ഒക്കെ റീസെന്റ് വീഡിയോസുകൾ വന്നപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ബോറടിച്ചിട്ടുണ്ടാവുക. ഞാനിതിങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോകാൻ വെച്ചിട്ടാണ് ഒറ്റയടിക്ക് ഞാൻ അതെല്ലാം തീർത്തത്. ഓക്കെ. പിന്നെ സിനു റെസ്റ്റ് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കുറെ. സിനു പണ്ടത്തെ കാലത്ത് മക്കളെ കടക്കണം, വെള്ളം കൊടുക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഡോക്ടർമാരെന്താ പറയുന്നതോ, കടക്കാൻ പാടില്ല, നീച്ച് നടക്കണം, നല്ലോണം നീച്ച് നടക്കണം എന്നല്ല, അധികം നേരം കുറച്ചേരൊക്കെ നീച്ച് നടക്കണം. അപ്പൊ എന്താ ചോദിച്ചപ്പോ എന്താ പറയുന്നത്, കടന്ന ഗ്യാസ് കേറിയിട്ട് ഡൗൺ പറഞ്ഞു, നടക്കുമ്പോ ഗ്യാസ് കയറില്ല. അപ്പൊ ആ ഗ്യാസ് കുട്ടിക്കും വരുന്നാണ് ഡോക്ടർമാര് പറയുന്നത്. പിന്നെ കുറെ ഇത് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പണ്ട് ആളുകൾ മടിച്ചിരുന്ന കാര്യം, ലജ്ജിച്ചിരുന്ന കാര്യം. ഈ പ്രസവമൊക്കെ ലജ്ജിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രസവമൊക്കെ ലജ്ജിക്കാൻ പറ്റിയൊരു കാര്യം എനിക്കറിയില്ല. ഇതൊന്നും ആരും പുറത്ത് പറയില്ല, ലജ്ജയാണ്. ഒരു 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 പ്രസവത്തിന് ഒരു അറപ്പ് എന്നുള്ള രീതിക്ക് അങ്ങനല്ല. അങ്ങനെ കണക്ക് കൂട്ടുന്ന കുറച്ച് കമന്റ്സുകളൊക്കെ കാണും. ഞാൻ ഡിലീറ്റ് ആക്കിയില്ല, കാരണം എനിക്കത് ഇതിൽ വെക്കാൻ താല്പര്യം തോന്നിയില്ല. കാരണം ഞാനത് നമ്മളെ കണ്ടന്റ് ആണ്. മക്കളെ കിട്ടുമോ? കൊല്ലങ്ങൾ കഴിഞ്ഞ് ഞാൻ ഉമ്മർക്ക് പോകുമ്പോ ഓരോരുത്തർ കരഞ്ഞു പറയുന്നു, നിങ്ങള് അവിടെ മുഹമ്മദ് നബിന്റെ അവിടെ പോയിട്ട് ഇറക്കി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാനുണ്ട്. അങ്ങനെയല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള് വീഡിയോസ് ഇടുമ്പോ നാട്ടുകാരും ഇവര് നാണല്ലാതെ പറഞ്ഞു. ഞാൻ എവിടെയായാലും മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന സിനു മാത്രം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ലേബർ റൂമിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതും നമ്മള് അവിടെ ഇവിടെ എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കൂടുതൽ ഒന്നും ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഉമ്മ അപ്പൊ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം ഞാൻ നോക്കലുള്ളൂ. പിന്നെ അതിൽ ലജ്ജിക്കാനായിട്ട് ഞാനൊന്നും കാണിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഓക്കെ. പ്രസവമൊക്കെ ഒരു ലജ്ജയെന്ന് പറഞ്ഞപ്പോൾ ഈ കമന്റ് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാഡ് കമന്റ്സ് ഇപ്പൊ നമ്മളൊന്നും കാണിച്ച് വീഡിയോസ് ചെയ്യുന്നില്ല. നമ്മൾ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് മോശമായിട്ടോ തെറിയായിട്ടൊന്നും നമ്മളെവിടെയും ചിത്രീകരിച്ചിട്ടുമില്ല. പിന്നെ ഇത് ലജ്ജിക്കാൻ പറ്റിയൊരു സംഭവമല്ല. നമ്മളെ ഏറ്റവും ഒരു എന്താ പറയാ, നല്ല ജീവിതത്തിലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് എന്താ പറയാ ഒരു പെണ്ണിനെ പറ്റാത്ത പ്രസവം എന്തായാലും അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നമ്മളെ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ശ്രമിച്ചാൽ നമ്മള് പ്രസവിച്ചത് കൊല്ലാനും കട്ടിക്കാക്കാനും ഇതാകാനും പോയിട്ടില്ലല്ലോ. അങ്ങനെയല്ല. ഇതിപ്പോ ആളുകൾക്ക് എന്തോ നമ്മളെ ഇത് ഇത്ര പ്രതീക്ഷിച്ചില്ല, ഇത്ര തരം താഴ്ന്നു എന്നൊക്കെയാണ് വന്നത്. ഞാൻ എന്താ തരം താഴ്ന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വിഷയമുള്ള ചർച്ച. തരം താഴാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. തരം താഴാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ഇവിടെ കാണിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഡെലിവറി അത് ചോദിച്ച ഡെലിവറി സ്റ്റോറി നമ്മൾ പറഞ്ഞു. അതും പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയാത്തത് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാവൂല, നമ്മളെ വെറുത്തു പോകും. അപ്പോൾ ഞാൻ ചിലവരത് കാണിക്കലുണ്ട്, നമ്മളത് കാണിക്കുകയും ചെയ്തിട്ടില്ല, അത് പറയുകയും ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ നമുക്ക് നല്ലത് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അപ്പുറത്ത് വരുന്നുണ്ട്. ഇപ്പൊ വീട് വെക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വീട് വെച്ചപ്പോൾ എൻ്റെ ഒരു വീട്, നമുക്ക് മാത്രം ഒരു വീട്, എന്താണ് പെണ്ണുങ്ങളെ കാണിച്ചുണ്ടാക്കിയ വീട്, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ നമുക്ക് വന്ന അധ്വാനിക്കാത്ത വീട്, വേർക്കാത്ത വീട്, അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ തളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മളെ തളർത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ തളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വന്നപ്പോ എൻ്റെ ഒരു കുട്ടി എൻ്റെ പെണ്ണുങ്ങൾ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ, അങ്ങനെ ഒരു ഇത്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നല്ലോ, നമുക്കിപ്പോ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അതിനൊരു വരുമാനം എന്തായാലും ഒരു ഇൻകം കയറും. ആ ഇൻകം കയറുന്നതാണ് ആളുകൾക്ക് പറ്റാത്തെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ ഇതൊരു ജോബിന്റെ ഭാഗമാണ്. അത് ജോബിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പ്രസവിപ്പിച്ചൊന്നല്ല. ഓക്കെ. അത് നമ്മളെ നിത്യേന്ദ്ര ലൈഫിൽ ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. കല്യാണം, പ്രസവം, ടൂറ്, ട്രിപ്പ്, പെങ്ങളെ കുട്ടിയുടെ കല്യാണം, പെണ്ണുങ്ങൾ, അതിങ്ങനെ ഒരു കുടുംബ ചർച്ചയായിട്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത്. അല്ല, അത് നമ്മൾക്ക് പറ്റിയ തെറ്റന്നെയാണ്. അത് ഞങ്ങളോട് അത് ആദ്യം തന്നെ പറഞ്ഞല്ലോ. കാരണം ആടാണ് പറഞ്ഞു അപ്പൊ അതിന്റെ പ്രസവത്തിന്റെ കമന്റ്
ഇക്കുറി ഓരോ സമയത്ത് അന്ന് ഞാൻ കുട്ടീനെ കാണിക്കാത്തത്, കുട്ടിന്റെ പേര് കുട്ടി ആണാണോ പെണ്ണാണോ പറയാത്തത് എന്റെ തെറ്റ് തന്നെയാണെന്ന് ഞാൻ എവിടെ പറയുന്നതാണ്. കാരണം നിങ്ങളുടെ ഇമോഷനിലാണ് ഞാൻ കയറിയിട്ട് അന്ന് ഇതായത് വെച്ചാൽ അന്നത്തെ സിറ്റുവേഷൻ ഞാൻ സർപ്രൈസ് ആക്കാൻ നോക്കി, അത് എന്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ഇപ്രാവശ്യം ഞാൻ സർപ്രൈസ് ആക്കാനും നിന്നില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അതൊക്കെ അങ്ങനെ അതിന്റെ വൈക്ക് നടന്നു. ഞാൻ റിയാക്ട് ചെയ്യാനൊന്നും നമ്മളില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യാൻ അത്ര പറയണം. നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാവും. നിങ്ങൾ കുറച്ച് പേര് കാണാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളെ ഒരു കമന്റ് ഇടുമ്പോൾ നമുക്കും ഒരു ഇടങ്ങാറാവും, ആ വീഡിയോ കണ്ട് നിങ്ങൾക്കും ഒരു ഇടങ്ങാറാവും. അപ്പൊ ആ പൈസ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്തിനും ഇടങ്ങാറാവാൻ നിൽക്കണം എന്നുള്ള നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ സ്ക്രോൾ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇന്നിപ്പോ ഞാനൊരു കംപ്ലൈന്റ് ഇടുമല്ലോ, ഇപ്പൊ കുട്ടിന്റെ കാര്യമാണെന്ന് പറയുമ്പോൾ ഇത് ഞാൻ കണ്ടതാണ്, ഇനി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്യാൻ കുഴപ്പമില്ല. കാരണം നമ്മുടെ സമയവും നമ്മുടേതാണല്ലോ വലുത്. പക്ഷെ അതിൽ വന്നിട്ട് ഇത് കാണാതെ എന്തൊക്കെ കമന്റ് ഇടുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ ഒരു ഇതാണ്. എനിക്കല്ല, ഇവിടെ സിനുവിനൊക്കെ അത് കാണുമ്പോൾ ഒരു ഇതിലേക്ക് പെണ്ണുങ്ങൾക്ക് അതിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഞാനത് പറയാന്ന് വെച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. എല്ലാ പ്രസവത്തിലും എനിക്കിത് ഇങ്ങനെ ഓരോ വിഷയം കേൾക്കലുണ്ട്. പക്ഷെ ഇത് ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം നമുക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു സന്തോഷമുള്ള കാര്യം പറയാ. കുട്ടിനെ കാണാൻ വേണ്ടിട്ട് ആരൊക്കെ വരുന്നുണ്ട്? സോഫി അളിയനൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നാളെ ഈവനിങ്ങിലൊക്കെ എത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. നാളെ ഈവനിങ്ങിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെയും കൊണ്ട് നേരെ സിനുവിന്റെ വീട്ടിലോട്ട് പോകും. കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കൊല്ലത്തേര് വരുന്നുണ്ടോ? അവരിപ്പോൾ പോയിട്ടില്ല, ഒരു ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു നിജാസ്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യം അറിയൂല. എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മളുടെ നമ്മള് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച ഒതായിലോട്ട് പോകുന്നുണ്ട്, പോസ്റ്റാൽ കേരളത്തിൽ പോകുന്നുണ്ട്. അവിടെ ഒരു 14 ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ അവിടെ കാണുമ്പോൾ ഞാൻ അടുത്തത് വരാൻ ചാൻസ് ഉണ്ട്. പൈസ ഉള്ളവർക്ക് എന്തോ ആവാം, പൈസ ഇല്ലാത്തവര് ഇതിങ്ങനെ ഞാൻ പൈസ ഉള്ള ഞാൻ ഇന്ത്യ അടുത്ത് അതിന് മാത്രം കോടിക്കണക്കിന് സ്വത്തൊന്നും പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ എന്താ കാണിക്കണേ, നമ്മൾ ജീവിച്ച് ഇങ്ങനെ പോവുക, നമ്മൾ മാക്സിമം അധ്വാനിക്കുക, മാക്സിമം നമ്മുടെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൈസ ഒന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ല. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹത്തിന്റെ ഒപ്പം കുറച്ചെങ്കിലും ആഗ്രഹങ്ങൾ നമ്മൾ നേടാൻ നോക്കുക. അത്രയും ഞാൻ അല്ല പൈസ ഉള്ള ആൾക്കാരെന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ 2 ആളുള്ളൂ. അപ്പൊ ഉമ്മ എന്തായാലും ഉണ്ടാക്കിയ എന്താ പപ്പടവും മുട്ട പൊരിച്ചതും മതി, ഞങ്ങൾ അങ്ങനെ ഹാപ്പിയാണ്. അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് മന്തി ഉണ്ടാവും, അൽഫാമും ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമ്മളെ സിറ്റുവേഷൻ അല്ലാതെ എന്നും ഞങ്ങൾക്ക് അൽഫാമ് കാണുന്നു, എന്നും ബ്രോസ്റ്റ് കാണുന്നൊന്നുമില്ല. ഇവിടെ 2-3 ആഴ്ചയായിട്ട് മുട്ട പൊരിച്ചത് ഉപ്പേരി, അതായത് അത്രേ ഉള്ളൂ. വേറെ കൂട്ടാനോട് ഒന്നുമില്ല. മുട്ട പൊരിക്കാൻ ഒരു മുട്ട പൊട്ടിച്ച് വാരിയ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് അതാ ഇഷ്ടം. കാന്റീനിൽ നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങി കഴിച്ചിരുന്നത് ഒരു 4 ആളാണ് നിന്നത്, ആകെ 2 ചോറ്. അതിന് ബാക്കിയല്ല. അതിന് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണുള്ളൂ. പിന്നെ വീഡിയോസ് ഇടുന്നത് എന്താന്ന് വെച്ചാൽ യൂട്യൂബാണ്. യൂട്യൂബിൽ വീഡിയോസ് ഇടും, ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അല്ലേ. അപ്പൊ എന്തായാലും തള്ളയും കുട്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ കരച്ചിലൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഇന്നലെയൊക്കെ കരച്ചിലായിരുന്നു. ഇന്ന് രാവിലെ പൊക്കിൾക്കൊടി വീണെന്ന് പറഞ്ഞു. എന്തായാലും കുട്ടി വാപ്പാന്റെ അതേ ചേലാണ്, ഇന്റെ അല്ല. പിന്നെ അതേ അതായത് നമ്മുടെ ഉപ്പാന്റെ അതേ ചേലാണ് കുട്ടി. ചിലപ്പോ ഉപ്പ കുട്ടിയായിട്ട് വന്നതാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ.